ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഭയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്. നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനൊട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടിയോ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30-ക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30-ക്കാണെങ്കിലും വെളുപ്പിന് 5:30-ക്കാണെങ്കിലും സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016-ലാണ് ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പുള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മയിരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എല്ലാവരെ കൊണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു. അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫച്ചൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹോളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസം ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. ഞാനങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു, അവിടെ പോയി എക്സാം ഹോളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിലും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിനും ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു, അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശോയോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അത് കൊടുക്കണം, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവളോടും പറഞ്ഞു, നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോൺ വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരുവിധ അനക്കവും ഇല്ലായിരുന്നു.
അങ്ങനെ അവിടെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതറിയുന്നത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി, ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജായിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHൻ്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടി ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ്, മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യയല്ല, ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിന്മേൽ എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്കിന് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, ഇന്നതുപോലൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്.
പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്. പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ അയോഗ്യതകളും എല്ലാം, എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയും എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും. 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്. ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം. ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയ്ക്കുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചതുകൊണ്ട് അതെല്ലാം ഈശോ തന്നെ പൂർത്തിയാക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസവും വിശ്വസ്തതയും ദൈവസ്നേഹവുമാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആശ ജോഷ് എന്ന ഈ സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത് 5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സങ്കടത്തെക്കുറിച്ചായിരുന്നു. വളരെയധികം പരിശ്രമിച്ചു, തനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, താൻ വളരെ ബയോ കെമിസ്ട്രി പഠിക്കുവാൻ മാത്രമുള്ള ഒരു വളരെ ഇൻ്റലിജൻ്റാണെന്നുള്ള ഒരു കോൺഫിഡൻസും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് സ്വയം അറിവുള്ളതുകൊണ്ട് അതിലാശ്രയിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തെങ്കിലും വിസ പ്രോസസ്സ് വളരെ ലാഗ് ചെയ്യുകയായിരുന്നു. അവരുടെ ഓരോ പരീക്ഷാഘട്ടങ്ങളിലും വളരെ പരീക്ഷണമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഓരോ സമയത്തും നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം, നീ എന്നെ സമീപത്തുണ്ടായിരിക്കണമെന്നെല്ലാം പറയുമെങ്കിലും അത് ലാഗ് ചെയ്തതിൻ്റെ ഒരു കാരണം ക്രിസ്തു ആശയിൽ രൂപപ്പെടണം എന്നായിരുന്നു പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാതെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിച്ചു തരാനോ അമ്മ വളരെ സമയമെടുക്കുന്നതായി ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ വ്യക്തി ഈശോയിൽ അടിയുറച്ച വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ വ്യക്തി ഈശോയെ വിട്ടുപോവുകയില്ല എന്നുള്ള വളരെ ഉറപ്പ് നൽകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മകളുടെ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. എല്ലാ അറിവും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞിട്ടും താൻ പരാജയപ്പെട്ടു പോകുന്ന, അതുപോലെ തന്നെ അവസാന നിമിഷത്തിൽ ഈശോ മാത്രം അഭയമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ കാര്യമാണ് ആശ ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിനുള്ള പ്രോമെട്രിക്കിൻ്റെ ടെസ്റ്റ് വളരെ പ്രയാസകരമായിരുന്നെങ്കിലും ഈ മകൾക്ക് അവസാന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ കൃത്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നുണ്ട്. നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്താലും ഓരോ തവണയും ഈശോയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ തൈലം പൂശിക്കൊണ്ട്, അഭിഷേക തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ധൈര്യം അവലംബിച്ചിരുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നാം എത്ര തന്നെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല, നമ്മെ വിജയത്തിലെത്തിക്കും എന്നുള്ള പൗലോസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ ഏറ്റെടുക്കാനായി സാധിക്കും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ വേണ്ടി ഈ പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ആശ പറയുകയുണ്ടായി, എനിക്ക് ഈ ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ ആനിവേഴ്സറിക്ക് എല്ലാം ഗിഫ്റ്റ് തരണം. ഈശോ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ വിശേഷവിധിയായി എന്തു ചെയ്തു എന്ന്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയ്ക്ക് നാം എന്ത് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ വിശേഷവിധിയായി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും.
ഈശോ നമ്മോട് ചോദിക്കും, എനിക്ക് വിശന്നപ്പോൾ, എനിക്ക് ദാഹിച്ചപ്പോൾ, ഞാൻ പരദേശിവാസിയായിരുന്നപ്പോൾ, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരങ്ങൾ അതിനുണ്ടായിരിക്കണമെന്ന് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശയ്ക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഏത് നാട്ടിൽ പോയാലും എവിടെ ചെന്നാലും ഇനി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഒരിക്കലും ആശ മറച്ചു വയ്ക്കുകയില്ല എന്ന വലിയ ധൈര്യത്തോടെ ആശ ഇവിടെ നിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.